കിരീടിന്റെ കേസ് ശ്യാമേട്ട് തന്നെ വാദിക്കണം. ഇപ്പൊ കുറ്റമേറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊരുത്തനാണല്ലോ. അവന്റെ മച്ചമ്പിയുണ്ടല്ലോ ആ ശ്യാമപ്രസാദ്. അവൻ ആളത്ര നിസ്സാരനല്ലെന്ന് അറിയാലോ. അതെ, ഇതൊക്കെ തന്നെ ഉദ്ദേശം. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാലു, ടെൻഷൻ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഒന്നും മനഃപൂർവ്വം ആയിരിക്കില്ല. അറിയാലോ അവളുടെ ഒരു അവസ്ഥ. ഗിരിയുടെ കാര്യം കൂടി അറിഞ്ഞപ്പോ അവളാകെ അപ്സെറ്റ് ആയിട്ടുണ്ടാവും. നീ അത് കാര്യമാക്കരുത്. ടെൻഷൻ അവസ്ഥകളൊക്കെ ഗംഗേച്ചിക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പ്ലീസ് ശാലു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അവൾ ഇങ്ങനെയൊക്കെ തന്നെ പറയൂ. ഇല്ല ശ്യാമേട്ട, ഇനി എനിക്ക് ആ മുഖത്ത് നോക്കാൻ കഴിയില്ല. എന്റെ ചങ്ക പൊട്ടിപ്പോവാ. എനിക്ക് ഗിരീട്ടിനൊന്ന് കാണണം. എനിക്കിനി ഇവിടെ പറ്റില്ല ശ്യാമേട്ട. ശാലു, നീ ഏട്ടനെ ശിക്ഷിക്കാൻ തുടങ്ങിയാണോ? അയക്കൂ, എന്ത് വേണേലും അയക്കൂ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടും ഏട്ടൻ പിടിച്ചു നിന്ന് നിന്നെ ഓർത്ത് മാത്ര, നീ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ മാത്ര. ഇനി നീയും കൂടി എന്നെ ആയിക്കോട്ടെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ശ്യാമേട്ട? ഗിരിയെ നമുക്ക് രക്ഷിക്കണ്ടേ മോളെ? അതിന് നീ ധൈര്യമായിട്ടിരുന്നേ പറ്റൂ. എങ്കിൽ ശ്യാമേട്ടൻ എനിക്കൊരു വാക്ക് തരണം. എന്താ ശാലു? ഗിരീടിന്റെ കേസ് ശ്യാമേട്ടൻ തന്നെ വാദിക്കണം. എന്താ പറ്റില്ല ശ്യാമേട്ടൻ? ശ്യാമേട്ടൻ വിചാരിച്ച് മാത്രമേ എന്റെ ഗിരീടിനെ രക്ഷിക്കാൻ കഴിയൂ. വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. പറ ശ്യാമേട്ട, ശ്യാമേട്ടൻ ഈ കേസ് വാദിക്കില്ലേ? എന്റെ ഗിരീടിനെ എനിക്ക് തിരിച്ചില്ല ശ്യാമേട്ട. അത് പിന്നെ സാറ് വേണ്ട, എനിക്കറിയേണ്ടത് ശ്യാമേട്ടൻ ഈ കേസ് വാദിക്കില്ലോ എന്നുള്ളതാ. ഗിരീട്ടൻ ഈ കൊലക്കുറ്റം ഒളിപ്പിച്ചു വെച്ചതിന്റെ പേരിലല്ലേ ശ്യാമേട്ടൻ ഗൗൺ ഉപേക്ഷിച്ചത്? ഗിരീട്ടൻ അത് ഏറ്റു പറഞ്ഞ സ്ഥിതിക്ക് ശ്യാമേട്ടൻ ഇനി അതാവാലോ. അതുകൊണ്ടല്ല ശാലു, ഞാൻ എങ്ങനെയാ ഈ കേസ്? പ്ലീസ് ശ്യാമേട്ട, ശ്യാമേട്ട വേറൊന്നും ഓർക്കണ്ട. എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞിന് വേണ്ടി, ഞങ്ങൾ അനാഥരാകാതിരിക്കാൻ വേണ്ടി പ്ലീസ്. എനിക്ക് വാക്കുതാ ശ്യാമേട്ട, എനിക്ക് വാക്കുതാ. എന്താണോ ഇത്? വർത്തമാനപത്രം. ഇത് ന്യൂസ് പേപ്പറല്ലേ? താനെ കളിയാക്കുക? എന്താ ധനപാലൻ സാറേ വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി. ഓഹോ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലെന്ന് നടിക്കാണോ? എന്തറിഞ്ഞില്ലെന്ന്? കണ്ണൂർ നോക്കണോ അതിനകത്ത്? എന്നിട്ട് എന്റെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച കാശുണ്ടല്ലോ, അതങ്ങ് തിരിച്ചാ. ഏത് കാശ്? ഓ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. ആ കാശ് അല്ല, അതെന്താ ഇപ്പൊ തിരിച്ചു തരുന്നത്? കണക്ക് പറഞ്ഞ ആ ഇനത്തിൽ ധനപാലൻ സാർ എനിക്ക് ഇങ്ങോട്ടേ തരാനുള്ളൂ. അതുപോലെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. താൻ ധനപാലനെ വിട്ടിയാക്കാൻ നോക്കരുത്. താനും തന്റെ ആ ക്രിസ്റ്റിയൊക്കെ കൂടി ചേർന്ന് അവളെ കൊന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റമേറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊരുത്തനാണല്ലോ. അത് നല്ല കാര്യമല്ലേ ധനപാലൻ സാറേ? അല്ലാതെ നമ്മളാണ് ഏറ്റു പറയേണ്ടത്. ഒരു നേരിയ ഡൗട്ട് പോലും ഇല്ലാതെ ധനപാലൻ സാർ ക്ലീൻ ആയിട്ട് ഊരി പോകുന്നില്ലേ? അതല്ലേ ഏറ്റവും വലിയ കാര്യം. മതിയടോ, അത് തന്റെ ഒന്നും എടുക്കൊണ്ടല്ല, എന്റെ ദൈവാധീനം കൊണ്ട് മാത്രമാ. സാറേ, അധികം നിഗളിക്കാൻ വരട്ടെ. സംഭവിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഞങ്ങൾക്ക് മാത്രമാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായും ഭംഗിയായി നിർവഹിക്കാതെ കരാറുകാരന്റെ നേർക്ക് ഞങ്ങൾ കൈ നീട്ടാറില്ല. അപ്പോ നിങ്ങൾ തന്നെയാണ് അവളെ കൊന്നെന്നാണോ പിന്നെ പറഞ്ഞു വരുന്നത്? എന്താ വിശ്വാസമായില്ലേ? എങ്കിൽ പിന്നെ ഇതിനിടയിൽ ഇവൻ എവിടെ നിന്ന് കയറി വന്നു? ആർക്കറിയാം, വിചാരണ നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഏതായാലും പത്രങ്ങൾ ആഘോഷിക്കാതിരിക്കില്ലല്ലോ. വിശദമായ വിവരങ്ങൾ ഞാൻ അപ്പം അറിഞ്ഞോളാം. ധനപാലൻ സാറേ, വെറും കൊച്ചു പൈനാവൻ ആ ഗിരി. വല്ല ദിവാസ്വപ്നവും കണ്ട് പെട്ടെന്നുണ്ടായ ആവേശത്തിന്റെ പുറത്ത് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വല്ല പിച്ചും പേയും പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട് സ്വയം മറന്നിങ്ങനെ ആഹ്ലാദിച്ചാലുണ്ടല്ലോ, ചിലപ്പോ കൊലക്കയറി കറങ്ങി തിരിഞ്ഞ് സ്വന്തം കഴുത്തിലങ്ങ് വീഴും. ഞങ്ങൾ അങ്ങ് മുങ്ങുകയും ചെയ്യും. അവന്റെ മച്ചമ്പിയുണ്ടല്ലോ ആ ശ്യാമപ്രസാദ്. അവൻ ആളത്ര നിസ്സാരനല്ലെന്ന് അറിയാലോ. ഇപ്പൊ വക്കീലല്ലെങ്കിലും
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ വീണ്ടും വക്കീൽ കുപ്പായ അണിയില്ലെന്ന് തോന്നുന്നുണ്ടോ? വാദിച്ച കേസെല്ലാം പുഷ്പം പോലെ ജയിച്ചിട്ടേ ഉള്ളൂ അയാള്. കരുതിയിരുന്നോ? എടോ, താനെന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറേ, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ല മിടുക്കനായ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്യാൻ നോക്ക്. എന്നിട്ട് രേണുകയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കേസ് വാദിപ്പിക്കും. ഇല്ലെങ്കിലേ കോടതി ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വക്കീലിന്റെ വായു അടപ്പിച്ച് ഈസി ആയിട്ട് അവൻ അളിയനെ ഊരിക്കൊണ്ടു പോകും. ആ ഇല്ലടോ, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന നല്ലൊരു ഇരയാണവൻ. അത് ഞാൻ പാഴാക്കില്ല. എനിക്ക് ജയിക്കണം, എനിക്ക് വേണ്ടി. അതിനി ശ്യാമപ്രസാദ് അല്ല, ഏത് കൊടി കെട്ടിയ വക്കീലന്മാർ വന്നാലും ശരി, ആയുധം എന്റെ കയ്യിലുണ്ടോ. അല്ല സാറേ, സാർ അളിയച്ചാരെ കാണാൻ പോയിട്ട് വരുന്ന വഴിയായിരിക്കും. അല്ല, കാശ് നല്ലോണം എറിഞ്ഞോ സാറേ? അതെ, ഉരുട്ടും മൂന്നാം മുറയൊക്കെ വീണ്ടും ഫാഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാ. ഒടുക്കം കോടതി ഹാജരാക്കാൻ പോലും ആളുണ്ടായെന്ന് വരില്ല. അല്ല, കയ്യിൽ നിന്ന് കാശ് ഇത്തിരി ചെലവായാലും സാറ് വിഷമിക്കാനൊന്നുമില്ല. സാറ് കിടക്കേണ്ടടുത്തല്ലയോ അളിയച്ചാര് പോയി കിടക്കുന്നത്? മനസ്സിലായില്ല. അയ്യോ പാവം. ഈ പൊട്ടങ്ങളെ ഒന്ന് നിർത്ത് സാറേ. ഇത്തരം കളികളൊക്കെ ധനപാലൻ രാഷ്ട്രീയത്തിൽ കുറെ കണ്ടിട്ടുള്ളതാ. രേണുക കൊലപാതക കേസിൽ ഒടുക്കം ശ്യാമപ്രസാദ് അകത്താകുമെന്ന് വന്നപ്പോ കുറ്റം അളിയനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നു. എന്നിട്ട് വക്കീൽ കുപ്പായം വീണ്ടും എടുത്തിട്ടുകൊണ്ട് നിയമത്തിന്റെ പഴുതുകൾ നന്നായി അറിയാവുന്ന ശ്യാമപ്രസാദ് ആ കേസ് വാദിക്കാൻ ഒരുങ്ങുന്നു. നിങ്ങളുടെ ഇമേജിന് ഒരു കോട്ടവും വരില്ല. അളിയനെ നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് പോരുകയും ചെയ്യാം. ഒടുവിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് നിരപരാധികളായ ആരെയെങ്കിലും ഈ കേസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്നേക്കുമായി ഈ കേസ് അവസാനിപ്പിക്കുകയോ ചെയ്യാം. എന്താ, ഇതൊക്കെയല്ലേ തന്റെ ഉദ്ദേശം? അതെ, ഇതൊക്കെ തന്നെ ഉദ്ദേശം. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ഈ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണോ വിചാരം? എന്നാ കേട്ടോടോ, രേണുക കേസിന്റെ വാദിഭാഗത്ത് ഹാജരാകാൻ പോകുന്നതേ ഏതെങ്കിലും ഡ്യൂപ്ലി ഗവൺമെന്റ് വക്കീലായിരിക്കില്ല. കാശ് കൊടുത്ത് ഞാൻ കൊണ്ടുവരും. നല്ല ഒന്നാം തരം ചുണക്കുട്ടന്മാരെ, തന്നേക്കാൾ കേമന്മാരായിട്ടുള്ളവരെ. ആരാണാവൂ ഇത്ര കേമന്മാര്? ആട്ടെ, എത്ര പേരുണ്ടാവും? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അല്ല, താൻ എന്നെ കളിയാക്ക? എടോ ധനപാല, തന്റെ ഈ പേടിയും പരാക്രമവും ഒക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താൻ പറഞ്ഞതുപോലെ ഒടുവില് ഈ കേസിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കറങ്ങി തിരിഞ്ഞ് തന്റെ തലയിൽ കയറി വരും. മനസ്സിലായോ? രേണുകയുടെ ആ കുടുംബത്തിന്റെ തകർച്ചയുടെ പിന്നില് പ്രധാനമായിട്ടുണ്ടായിരുന്നത് തന്റെ കൈകളായിരുന്നല്ലോ. അത് കൊള്ളാമല്ലോ. ഒടുവിൽ പീലാത്തോസ് കൈ കഴിയതുപോലെ ഉണ്ട് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ്. ആ കുടുംബം തകർത്ത് താനല്ലടോ. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ചതിച്ച് ഒടുവിൽ അവളുടെ ശവക്കുഴിയും തോണ്ടിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലേ? വേണ്ട, ഉത്തരം മുട്ടിയപ്പോ ഇംഗ്ലീഷ് ഒന്നും കടിച്ച് പൊട്ടിക്കണ്ട. വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. താൻ കുടിക്കണോ? വന്ന വക്കീല്. ഇവന്റെ ആത്മബലം കൂടുതലാ. ഇപ്പോഴേ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അപകടമാവും. അതിനുള്ള സമയമില്ല. തിങ്കളാഴ്ച ഗിരിയെ കോടതിയിൽ ഹാജരാക്കും. നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണണ്ടേ ടീച്ചർ? എന്നിട്ട് എന്തിനാ മാഡം? പോകാനുള്ളത് പോയില്ലേ? വക്കീലിനെ വെച്ചതുകൊണ്ടോ കേസ് വാദിപ്പിച്ചതുകൊണ്ടോ ഇനി എന്ത് പ്രയോജനമുള്ളത്? എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ
കേസ് ഏതുമായിക്കോട്ടെ ടീച്ചറെ, പ്രതി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണ്ടേ? നിയമത്തിന്റെ പരിധികളിലൂടെ കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ അത് പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾക്ക് വീണ്ടും വളമാവുകയല്ലേ ഉള്ളൂ. അല്ല, ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ? ഈ കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഗിരി എങ്ങനെ ബലിയാടായെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ കുറച്ചു നേരം കിടന്നോട്ടെ മാഡം. വല്ലാത്തൊരു തളർച്ച പോലെ. ടീച്ചർക്ക് വിഷമമായോ? എന്തിന്? ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് കരുതിയതല്ല ടീച്ചറെ. ടീച്ചറുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയാ ഞാൻ. വേണ്ട മാഡം, ഇനി ഒന്നിനും പോകണ്ട. എന്റെ മോള് പോയ ദുഃഖം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ ആ കുടുംബങ്ങളുടെ കണ്ണുനീര് കൂടി നമ്മൾ കാണേണ്ടി വരില്ലേ? വേണ്ട, നമ്മളായിട്ട് എന്തിനാ വെറുതെ? ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള അധികാരവും അവകാശവും എല്ലാം ഈശ്വരന് മാത്രമല്ലേ ഉള്ളൂ. എനിക്കിപ്പോ വല്ലാത്തൊരു കുറ്റബോധം കൂടി തോന്നുന്നുണ്ട് മാഡം. എന്തിന്? ഞാൻ വെറുതെ ആ ധനപാലനെ കൂടി സംശയിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ. ധനപാലൻ ആളത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ ടീച്ചർ. പിന്നെ കേസിന്റെ കാര്യത്തിൽ നമുക്കാർക്കും അങ്ങനെ ഒരു മുൻധാരണ എടുക്കാനും പറ്റില്ല. ടീച്ചർ ഒന്ന് ആലോചിക്ക്. നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. ശരി ശരി, ഓഡിറ്റിംഗിന്റെ കാര്യമല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി. മാഡം, ഒരു കത്തുണ്ട്. ടീച്ചർക്കാണെന്ന് തോന്നുന്നു. പോസ്റ്റ്മാൻ കൊണ്ടുവന്നതാ. അവിടെ വെച്ചേക്കും. ഹലോ, CS സ്പീക്കിംഗ്. എവിടെ? റെയിൽവേ ട്രാക്കിലോ?